MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ കപ്പയും ചെമ്മീനും കൊണ്ടുള്ള ഒരു മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ കറിയാണിത്. ഇതിനായി ഞാൻ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോയോളം ഉണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കാം. കുറച്ച് വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഈ കപ്പ ഇതിലിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 300 ഗ്രാം ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. കറി താളിക്കാനായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും വേണം. ഇപ്പോൾ കപ്പ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ കറിച്ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. തക്കാളിയും പൊടികളും കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി തിളച്ച് ചെമ്മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയും ചെമ്മീനുമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ഇതിലേക്ക് ഇനി താളിച്ചു കൂടി ഒഴിക്കണം. ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കടുകിടാം. കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചെമ്മീൻ കപ്പ മുളക് കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും അരക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്